ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അത്ഭുതകരമായ ആനിമൽ ഫാറ്റ്സ് ആണ്. ലോകത്തിലെ ഏറ്റവും വിചിത്രവും രസകരവുമായ ജീവികളുടെ കാര്യങ്ങൾ നിങ്ങൾ അറിയാൻ പോകുന്നു. ചില ഫാറ്റ്സുകൾ നിങ്ങൾ കേട്ടാൽ ഞെട്ടിപ്പോകും, ചിലത് നിങ്ങൾക്ക് വിശ്വസിക്കാനേ പറ്റില്ല. നമ്മുടെ ഇന്നത്തെ അത്ഭുതകരമായ ആനിമൽ ഫാറ്റ്സ് യാത്ര തുടങ്ങാം. നീരാളി. നീരാളിക്ക് 3 ഹൃദയങ്ങളാണുള്ളത്. അതിശയകരമായ മറ്റൊരു കാര്യം പറയട്ടെ, നീരാളിയുടെ രക്തത്തിൻ്റെ നിറം ചുവപ്പല്ല, നീലയാണ്. ശരീരത്തിൻ്റെ നിറവും രൂപവുമെല്ലാം വളരെ വേഗത്തിൽ മാറ്റാൻ നീരാളിക്ക് കഴിയും. ഈ ഒരു സവിശേഷത കൊണ്ടാണ് നീരാളി ശത്രുക്കളിൽ നിന്ന് പലപ്പോഴും രക്ഷപ്പെടാറുള്ളത്. ഇനി പറയാൻ പോകുന്നത് കടൽ കുതിരയെക്കുറിച്ചാണ്. ലോകത്തിൽ ആൺജീവി ഗർഭം ധരിച്ച് കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന ഒരേ ഒരു ജീവി കടൽ കുതിരയാണ്. രസകരമായ മറ്റൊരു ഫാക്റ്റ് കൂടി പറയട്ടെ, കടൽ കുതിരയ്ക്ക് വയറില്ല. അതുകൊണ്ട് തന്നെ ഭക്ഷണം വളരെ വേഗത്തിൽ ദഹിക്കും. അതിനാൽ ഇവ മിക്ക സമയങ്ങളിലും ചെറുജീവികളെ ഭക്ഷിച്ചുകൊണ്ടേയിരിക്കും. ഇനി നമുക്ക് ഹിപ്പോപ്പൊട്ടാമസുകളെ കുറിച്ചുള്ള രസകരമായ കാര്യങ്ങൾ അറിയാം. ഹിപ്പോകൾക്ക് നീന്താൻ അറിയില്ല. നദിയുടെ അടിയിലൂടെ നടക്കുകയോ അല്ലെങ്കിൽ തുള്ളിച്ചാടി മുന്നോട്ട് നീങ്ങുകയോ ചെയ്യാറാണ് പതിവ്. ഈ വിരുദ്ധന്മാർ വിയർക്കുമ്പോൾ ചുവന്ന നിറത്തിലുള്ള ഒരു ദ്രാവകം പുറത്തു വരും. പക്ഷേ അത് രക്തമല്ല കേട്ടോ, സൂര്യപ്രകാശത്തിൽ നിന്ന് അവയുടെ ചർമ്മത്തെ സംരക്ഷിക്കാനുള്ള ഒരു പ്രത്യേക തരം ദ്രാവകമാണ്. നിങ്ങളെ ഞെട്ടിപ്പിക്കുന്ന മറ്റൊരു സത്യം പറയട്ടെ, മണിക്കൂറിൽ ഇവയ്ക്ക് 30 കിലോമീറ്റർ വരെ വേഗത്തിൽ ഓടാൻ കഴിയും. വലിപ്പം കണ്ട് ഇവ പതുക്കെ സഞ്ചരിക്കുന്നവരാണ് എന്നൊന്നും തെറ്റിദ്ധരിക്കരുതേ. ഇതാണ് സ്ലോത്ത്. ലോകത്തിലെ ഏറ്റവും പതുക്കെ സഞ്ചരിക്കുന്ന സസ്തനികളിലൊന്നാണ് ഈ ജീവികൾ. ശരീരത്തിലെ ഊർജം ലാഭിക്കാനാണത്രേ അവ ഇത്രയും പതുക്കെ നീങ്ങുന്നത്. ഇവ മരങ്ങളിലാണ് ജീവിക്കാറ്. ഒരു ദിവസം ഏകദേശം 15 മുതൽ 20 മണിക്കൂർ വരെ ഇവർ ഉറങ്ങാറുണ്ട്. ഇതുമൂലം ശരീരത്തിലെ ഊർജം നഷ്ടപ്പെടാതെ സൂക്ഷിക്കാൻ ഇവർക്ക് സാധിക്കും. ഇത് ചീറ്റ. ഭൂമിയിലെ ഏറ്റവും വേഗത്തിൽ ഓടുന്ന ഒരു കരജീവിയാണ് ചീറ്റ. മണിക്കൂറിൽ ഏകദേശം 100 കിലോമീറ്ററിലധികം വേഗത കൈവരിക്കാൻ ഈ ജീവിക്ക് കഴിയും. എന്നാൽ വേഗത കുറച്ച് സെക്കൻഡുകൾ മാത്രമേ നിലനിൽക്കൂ എന്നത് മറ്റൊരു സവിശേഷതയാണ്. വവ്വാൽ. തല കീഴായി തൂങ്ങിക്കിടന്നുറങ്ങുന്ന അപൂർവം ജീവികളിലൊന്നാണ് വവ്വാൽ. വവ്വാലുകൾ ഇരുട്ടിൽ തൻ്റെ ശബ്ദത്തിൻ്റെ പ്രതിധ്വനി ഉപയോഗിച്ചാണ് വഴികൾ കണ്ടെത്തുന്നത്. വവ്വാലുകൾ മാത്രമാണ് യഥാർത്ഥത്തിൽ പറക്കാൻ കഴിയുന്ന സസ്തനികൾ. ഇരുട്ടിൽ പോലും ഇവയ്ക്ക് കണ്ണുകൾ കാണാൻ സാധിക്കും. ഇവ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങൾ തിരിച്ചു വരുന്നതിനനുസരിച്ചാണ് ഇവ ചുറ്റുപാടുകളെക്കുറിച്ച് മനസ്സിലാക്കുന്നത്. പെൻഗ്വിൻ. പെൻഗ്വിനുകൾക്ക് പറക്കാൻ കഴിയില്ല, എന്നാൽ വെള്ളത്തിലൂടെ അതിവേഗം നീന്തുന്ന നീന്തൽക്കാരാണിവർ. ഇവരുടെ കൂട്ടത്തിലെ ചില കേമന്മാർക്ക് മണിക്കൂറിൽ 35 കിലോമീറ്റർ വരെ വേഗത്തിൽ നീന്താൻ കഴിയുമത്രേ. പല പെൻഗ്വിനുകളും നിരവധി വർഷങ്ങൾ ഒരേ പങ്കാളിയോടൊപ്പം ചിലവഴിക്കാറുണ്ട്. പക്ഷേ ജീവിതകാലം മുഴുവൻ ഒരേ പങ്കാളിയാണെന്ന് തെറ്റിദ്ധരിക്കരുത് കേട്ടോ. കട്ടിയുള്ള കൊഴുപ്പും ഇടതൂർന്ന തൂവലുകളും ഇവയുടെ ശരീരത്തിൻ്റെ താപം നിലനിർത്തുന്നു. അന്റാർട്ടിക്കയിലെ കൊടും തണുപ്പിലും ഇവയുടെ ജീവൻ നിലനിൽക്കുന്നത് ശരീരത്തിൻ്റെ ഈ പ്രത്യേകത കൊണ്ട് മാത്രമാണ്. ഒട്ടകം. മരുഭൂമിയിലെ കപ്പൽ എന്നാണ് ഒട്ടകങ്ങൾ അറിയപ്പെടുന്നത്. ഇവയ്ക്ക് വെള്ളമില്ലാതെ ദിവസങ്ങളോളം ജീവിക്കാൻ സാധിക്കും. ഒട്ടകത്തിൻ്റെ പുറത്തു കാണുന്ന കൂന് വെള്ളമല്ല, അത് കൊഴുപ്പ് സൂക്ഷിക്കുന്ന ശരീരഭാഗമാണ്. ഭക്ഷണം കിട്ടാത്തപ്പോൾ ഈ കൊഴുപ്പ് പിന്നീട് എനർജിയായി ഉപയോഗിക്കുന്നു. ഇനി ചെമ്മീനുകളെ കുറിച്ച് പറയാം. ചെമ്മീൻ്റെ ഹൃദയം അതിൻ്റെ തലയോട് ചേർന്നാണ് സ്ഥിതി ചെയ്യുന്നത്. ഇത് ഏറെ അത്ഭുതകരമായ ഒരു കാര്യമാണല്ലേ. മാത്രമല്ല ഇവ സമുദ്രത്തിലെ ക്ലീനർ ജീവികളായാണ് അറിയപ്പെടുന്നത്. മറ്റൊരു കാര്യം കൂടി പറയട്ടെ, ചെമ്മീൻ്റെ ശരീരത്തിൽ എല്ലുകളേയില്ല. അവയുടെ ശരീരം കടുപ്പമുള്ള ഒരു പുറംകവചം കൊണ്ടാണ് സംരക്ഷിക്കപ്പെടുന്നത്. ഇതുമൂലമാണ് ശത്രുക്കളിൽ നിന്ന് അവ എപ്പോഴും രക്ഷപ്പെടാറുള്ളത്. ഇനി ആമകളെക്കുറിച്ചുള്ള കുറച്ച് വിശേഷങ്ങളായാലോ. ആമകൾ വളരെയധികം ദീർഘായുസ്സുള്ള ജീവികളാണ്. ചില ആമകൾ 150 വർഷം വരെ ജീവിക്കാറുണ്ട്. ഇവയുടെ പുറമേ കാണുന്ന കട്ടിയുള്ള ഷെൽ അവരുടെ ശരീരത്തിൻ്റെ ഒരു ഭാഗമാണ്.
അത് വെറുമൊരു കവചം മാത്രമല്ല, എല്ലുകളുമായും ബന്ധിച്ചിരിക്കുന്നു. കരയിൽ ജീവിക്കുന്ന മിക്ക ആമകളും സസ്യഭുക്കുകളാണ്. പുല്ലുകളും പൂക്കളും ഇലകളും പഴങ്ങളുമാണ് ഇവയുടെ പ്രധാന ഭക്ഷണം. കൂടാതെ ആമകൾ വളരെ പതുക്കെ സഞ്ചരിക്കുന്ന ഒരു ജീവിയാണ്. ഇതുകൊണ്ട് ശരീരത്തിൻ്റെ ഊർജ്ജം ലാഭിക്കുകയും ഒരുപാട് വർഷം ദീർഘായുസ്സോടെ ഇവർക്ക് ജീവിക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ ഫൺ ഫാക്റ്റുകൾ ഇഷ്ടമായോ? ഏതാണ് നിങ്ങളെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയത്? കമൻറ്റിൽ പറയാൻ മറക്കല്ലേ. ഇനിയും ഇത്തരത്തിലുള്ള കൗതുകകരമായ ഫാക്റ്റുകൾക്കായി ചാനൽ ഫോളോ ചെയ്യൂ.